സോ നെക്സ്റ്റ് പറയാനുള്ളത് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ എവല്യൂഷൻ അല്ലെ. എവല്യൂഷന്റെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് ലിവിങ് ഫോം കറക്റ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത് എന്നുള്ളത്. ഇതിൽ നിങ്ങൾ എൻ സി ആർ ടിയിൽ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പലർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ഫിഗർ ആണ് ഇത്. ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ലെങ്കിലും ഒരു ആവറേജ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഓക്കെ, ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷേ നിങ്ങളൊന്ന് അറിയാം, അതായത് ഇപ്പൊ നമ്മളെ നമ്മളിപ്പോൾ ഈ വേൾഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ടൈമാണ് അല്ലേ. 20 ബില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ 4.5 ബില്യൺ ഇയർ എന്ന് പറയുന്നത് വലിയൊരു ടൈമാണ്. എർത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് 4.5 ബില്യൺ ഇയർ, അല്ലെങ്കിൽ എർത്തിലെ ലൈഫിന്റെ ടൈം എന്ന് പറയുന്നത് 4 ബില്യൺ ഇയർ അല്ലെ. അതൊരു വലിയ ടൈം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇയോൺസ്, പിന്നെ നമ്മൾ കുറെ ഇറാസ്, പീരിയഡ്സ്, എപ്പോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളായിട്ട് മാറ്റിയിട്ടുണ്ട്. പീരിയഡ്സ് ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എൻ സി ആർ ടിയിൽ ഇതൊക്കെ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ ഫിഗറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ കണ്ടോ ഈ ഒരു ഏരിയ, ഇത് നമ്മുടെ പാലിയോസോയിക്, അതേപോലെ മീസോസോയിക്, അതേപോലെ തന്നെ സീനോസോയിക് എന്നൊക്കെ പറഞ്ഞ ഇറാസ് എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇറാസ് ഏതാന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇറാസ് ആണ് ഈ കാണിച്ചത്. ഓക്കെ, ഇറാസിൽ ഫസ്റ്റ് ഇറ എന്ന് പറയുന്നത് നമ്മുടെ പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞ ഇറയാണ്. അത് എൻ സി ആർ ടി കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ എഴുതുകയാണ്. പ്രീ കാംബ്രിയൻ is the first era. Second era is the Paleozoic era. Number 3 is Mesozoic era and number 4 is Cenozoic era. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ ഒരു Cenozoic ഇറയിലാണ്. ഓക്കെ, ഈ പ്രീ കാംബ്രിയൻ ആണ് ആദ്യത്തെ ഇറ. ഇതിൽ നമ്മുടെ പീരിയഡ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പീരിയഡ്സ് എൻ സി ആർ ടിയിൽ കൊടുത്തത് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ മതി. ഓക്കെ, പീരിയഡ്സ് ആണ് ഈ കാണുന്നത്, പീരിയഡ്സ്. സോ പീരിയഡ്സിൽ ഇപ്പോൾ എൻ സി ആർ ടി പ്രീ കാംബ്രിയനിൽ കറക്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ പാലിയോസോയിക്കിൽ ആക്ച്വലി ഉള്ള ഇറാസ് എന്ന് പറയുന്നത് ഒന്ന് കാംബ്രിയൻ, ഓർഡോവിഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഇറാസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ കാംബ്രിയൻ, പ്രീ കാംബ്രിയൻ കഴിഞ്ഞിട്ട് കാംബ്രിയനും ഓർഡോവിഷ്യൻ, പക്ഷെ അത് എൻ സി ആർ ടിയിൽ പറയാത്തതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ സൈലൂറിയൻ പീരീഡ് ഉണ്ട്, ഡിവോണിയൻ പീരീഡ് ഉണ്ട്, കാർബോണിഫറസ് പീരീഡ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പെർമിയൻ പീരീഡ് ഉണ്ട്. ഇത്രയും പീരീഡ്സ് ആക്ച്വലി ഉള്ളത് ഏതിലാണ്? നമ്മുടെ പാലിയോസോയിക് എന്ന് പറഞ്ഞ ഇറയിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ മീസോസോയിക് ഇറ ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മീസോസോയിക് ഇറ നമുക്ക് അതിൽ ട്രയാസിക് ഉണ്ട്, ജുറാസിക് ഉണ്ട്, പിന്നെ നമ്മളെ ക്രെട്ടേഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഇറ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഈ ഒരു ഏരിയയിൽ നിന്നാണ്, കാരണം അത് കുറച്ച് സ്പെസിഫിക് ആണ്. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡോവിഷ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഒക്കെ ഇറയാണ് എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഡിവോണിയൻ എന്ന് പറയുന്ന ഡിവോണിയനിൽ കണ്ടോ പ്രോ ജിംനോസ്പേംസ് ഉണ്ട്, കാർബോണിഫറസിൽ സീഡ് ഫേൺസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പെർമിയനിൽ ആർബോറസൻ ലൈക്കോപോഡ്സ് കാണുന്നു. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ട്രയാസിക് കഴിഞ്ഞിട്ട് നമ്മൾ ജുറാസിക് ആണ്. കണ്ടോ, ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ. ഈ ജുറാസിക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയും ജുറാസിക് എന്ന് പറയുന്നത് നമ്മുടെ റെപ്റ്റൈൽസും ആനിമൽസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജിംനോസ്പേം ആണ്. ഐ മീൻ ആനിമൽസിൽ ജിംനോസ്പേം ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു കോണിഫേഴ്സ് കണ്ടോ, കോണിഫേഴ്സ്, സൈക്കാർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കോണിഫേഴ്സ്, സൈക്കാർഡ്സ് എന്ന് പറഞ്ഞാൽ ജിംനോസ്പേമിൽ ആളുകളാണ്. ഫേൺസ് ഏതാ? തെറിഡോഫൈറ്റ് ആണ്, അത് അതിന്റെ മുന്നത്താണ്. പിന്നെ ഇതിൽ ആനിമൽസ് പറയുകയാണെങ്കിൽ ജുറാസിക് പീരീഡിൽ കാര്യമായിട്ട് റെപ്റ്റൈൽസുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ജുറാസിക് എന്ന് പറയുന്നത് ഈസ് മെയിൻലി ഓഫ് നമ്മുടെ റെപ്റ്റൈൽസ് ആൻഡ് ജിംനോസ്പേം. പിന്നെ നമ്മുടെ ഈ ക്രിട്ടേഷ്യസ് പീരീഡിൽ നമ്മളെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട്. കണ്ടോ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ ഡൈക്കോട്ടിലിഡൻസ് എന്നൊക്കെ പറഞ്ഞ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലേ. ഈ നീറ്റേൽസും ജിങ്കോസും ഒക്കെ ജിംനോസ്പേംസ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ആക്ച്വലി സ്പീക്കിംഗ് ഈ ക്രിട്ടേഷ്യസ് പീരീഡിൽ ആണ് നമ്മുടെ ക്രിട്ടേഷ്യസ് പീരീഡ് ഓഫ് ദ വിച്ച് ഇറ, ക്രിട്ടേഷ്യസ് പീരീഡ് ഓഫ് ദ മീസോസോയിക് ഇറയിൽ നമ്മുടെ ആൻജിയോസ്പേംസ് വരുവാണ്. ആക്ച്വലി ആൻജിയോസ്പേംസ് ഉത്ഭവം ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ വരികയാണ്. അതേപോലെ തന്നെ മാമൽസും സ്റ്റാർട്ട് ചെയ്യാണ് ആക്ച്വലി. ഓക്കെ, പക്ഷേ മെയിൻലി ദ ഇറ ഓഫ് ദ മാമൽസ് ആൻഡ് ആൻജിയോസ്പേം എന്ന് പറയുന്നത് മെയിൻലി അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ഏതിലാണ്? നമ്മുടെ സീനോസോയിക് ഇറാസിലാണ്. സീനോസോയിക് ഇറ. സോ സീനോസോയിക് എന്ന് പറയുമ്പോൾ മെയിൻലി സീനോസോയിക് അല്ലെ, സീനോസോയിക് ഇറ ഈസ് ദ ഏജ് ഓഫ് ദ മാമൽസ് as well as angiosperms എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. angiosperms. ഓക്കെ, angiosperms. ആൻഡ് നമ്മുടെ മീസോസോയിക് എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് മീസോസോയിക് ഇറ എന്ന് പറയുമ്പോൾ ഏതാ? മീസോസോയിക് ഇറ ഈസ് ദ ഏജ് ഓഫ് reptiles
ആൻഡ് ജിംനോസ്പേംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റെപ്റ്റൈൽസ് ആൻഡ് ജിംനോസ്പേംസ്, മീസോസോയിക്. ഓക്കെ. പിന്നെ പാലിയോസോയിക്, നമ്മുടെ പാലിയോസോയിക് ഒക്കെ ആൻഷ്യൻ ലൈഫാണ്, ഏർലി ലൈഫാണ്, നമ്മൾ പ്രീ കാംബ്രിയൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ. സോ ഈ നമ്മുടെ ഇപ്പോഴത്തെ സീനോസോയിക്കിലാണ് നമ്മുടെ മാമൽസും ബേർഡ്സ് ഒക്കെ വരുന്നത്, അതേപോലെ തന്നെ പ്ലാന്റ്സിലെ ആൻജിയോസ്പേംസ് വരുന്നത്. സോ ഇങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ ഒരു ഐഡിയ ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടും വേറൊരു ഫിഗർ എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു ടൈം അല്ലെ, നമ്മുടെ ഈ ഒരു ക്വാട്ടർണറി ടെറിഷറി. അപ്പോൾ ഇതിൽ കണ്ടോ, ഈ ഒരു ക്വാട്ടർണറി ടെറിഷറി എന്നൊക്കെ പറയുമ്പോൾ, സോ ഇതെന്തായിരിക്കും, ഈ ക്വാട്ടർണറി ടെറിഷറി നമ്മുടെ സീനോസോയിക് ഇറ ആയിരിക്കും അല്ലെ. നമ്മൾ ക്രിട്ടേഷ്യസ്, ജുറാസിക്, ട്രയാസിക് എന്ന് പറയുന്നത് ഈ മീസോസോയിക് ഇറ ആയിരിക്കും. പിന്നെ പെർമിയൻ, പിന്നെ നമ്മൾ കാർബോണിഫറസ് എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ പാലിയോസോയിക് ഇറാസ് ആയിരിക്കും, പാലിയോസോയിക് ഇറാസ്. ഓക്കെ. ഇതില് ഡിഫറെന്റ് മെയിൻ ആയിട്ട് നമുക്ക് ബേർഡ്സും മാമൽസും ഒക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ സീനോസോയിക് ഇറാസിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ ദിനോസേഴ്സ് ആൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ഇതിൽ കണ്ടോ എക്സ്റ്റിങ്ക്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് ഈ ഒരു ടൈം സ്കെയിലൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത് നമുക്ക് വല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ. വാട്ട് എവർ എവറിഥിങ് വിച്ച് ഈസ് ഗിവൺ ഫ്രം യുവർ എൻസിആർടി, എനിത്തിങ് ക്യാൻ ബി ആസ്ക്ഡ്. അതായത് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. ഓക്കെ. സോ നോക്കി വെക്കാം. സോ ഇനി നമുക്ക് അറിയേണ്ടത്, സോ ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, നമ്മുടെ പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞ ഒരു ഇറ ഉണ്ട്, പ്രീ കാംബ്രിയൻ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പാലിയോസോയിക് എന്ന് പറഞ്ഞ ഒരു ഇറ ഉണ്ട് അല്ലെ, പാലിയോസോയിക് ഇറ. ഈ പാലിയോസോയിക് ഇറയിലാണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത്, പാലിയോസോയിക് ഇറയിൽ നമ്മൾ പെർമിയൻ പറഞ്ഞു, കാർബോണിഫറസ് പറഞ്ഞു, ഡിവോണിയൻ പറഞ്ഞു, പിന്നെ സൈലൂറിയൻ പറഞ്ഞു. അക്കോർഡിംഗ് ടു എൻസിആർടി നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി, അക്കോർഡിംഗ് ടു എൻസിആർടി. ഓക്കെ. പിന്നെ നമ്മളെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീസോസോയിക് ആണ്. മീസോസോയിക് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് മീസോസോയിക്കില്? നമ്മുടെ ക്രിട്ടേഷ്യസ്, പിന്നെ ജുറാസിക് ആൻഡ് ട്രയാസിക്. ഓക്കെ. ഈ മീസോസോയിക് ആണ് നമ്മുടെ റെപ്റ്റൈൽസും ജിംനോസ്പേംസും ഉള്ളത്. മീസോസോയിക് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് സീനോസോയിക് ആണ്. ഈ സീനോസോയിക്കിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഏതുള്ളത്? ഓക്കെ. നമുക്ക് സീനോസോയിക് എന്ന് പറഞ്ഞ ഒരു ഇറ ഉണ്ട്. ആ ഇറയിലാണ് നമ്മുടെ മാമൽസും ബേർഡ്സും പിന്നെ ആൻജിയോസ്പേംസും ഒക്കെ വരുന്നത്. ഓക്കെ. സോ അതിൽ നമുക്കുള്ളത് ക്വാട്ടർണറി ഉണ്ട്, പിന്നെ നമ്മുടെ ടെറിഷറി ഉണ്ട്. ഓക്കെ. ഇത്രയും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത് ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരു ബിഗ്ഗർ ടോപ്പിക് ആണ്. വേണമെങ്കിൽ നമുക്കൊരു എങ്ങനെയും പറയാം ഈ ഒരു ടോപ്പിക്. പക്ഷെ എൻസിആർടിയിൽ എന്ത് പറയുന്നു അത് മാത്രം നോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വേണ്ടത്. ഓക്കെ. സോ എൻസിആർടിയിൽ പറഞ്ഞു 2000 അല്ലെങ്കിൽ 2000 മില്യൺ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ നമുക്കറിയാം 2000 മില്യൺ ഇയേഴ്സ് എഗോ എന്ന് പറയുമ്പോൾ 2 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് അല്ലെ. അതിലാണ് ഫസ്റ്റ് സെല്ലുലാർ ഫോം വരുന്നത്. ഫസ്റ്റ് സെല്ലുലാർ എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിരിക്കും. നമുക്കറിയാം 20 ബില്യൺ ആണ് നമ്മുടെ ഹോൾ യൂണിവേഴ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹോൾ എർത്തിൻ്റെത് 4.5 ബില്യൺ ആണ്. അതിൽ തന്നെ കറക്റ്റ് ലൈഫിന്റെ ട്രേസ് വരുന്നത് 4 ബില്യൺ ആണ്. 3 ബില്യൺ അഥവാ 3000 മില്യൺ ആണ് ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം വരുന്നത്. 2 ബില്യൺ ഇയർ എഗോ അഥവാ 2000 മില്യൺ ഇയർ എഗോ ആണ് ഫസ്റ്റ് സെല്ലുലാർ ഫോം വരുന്നത്. ഇത്രയും വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഓക്കെ. ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയിരുന്നു എന്നുള്ളത് അറിയാം, യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇനി 500 മില്യൺ ഇയേഴ്സ് എഗോ ആണ് നമ്മുടെ ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്നത് എന്ന് എൻസിആർടി പറഞ്ഞിട്ടുണ്ട്. 500 മില്യൺ ഇയേഴ്സ് എഗോ ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ. ദെൻ 350 മില്യൺ ഇയേഴ്സ് എഗോ നമ്മുടെ ജോലെസ് ഫിഷസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജോലെസ് നമ്മുടെ എഗ്നാതൊക്കെ ആയിരിക്കും അല്ലെ. ജോലെസ് ഫിഷസ് എന്നുള്ളത് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. 350 മില്യൺ ഇയേഴ്സ് എഗോ ഇൻവെർട്ടിബ്രേറ്റ്സ് ഫോംഡ്. ജോലെസ് ഫിഷ് പ്രോബബ്ലി എവോൾവ്ഡ് അറൌണ്ട് 350 മില്യൺ ഇയേഴ്സ് എഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞത് 320 മില്യൺ ഇയേഴ്സ് എഗോ seaweeds and few plants. ഇത് എൻസിആർടിയിലെ വേർഡിങ്സ് മാത്രമേ, കാരണം അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. 320 മില്യൺ ഇയേഴ്സ് എഗോ എന്ന് എൻസിആർടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 320 മില്യൺ ഇയേഴ്സ് എഗോ. അഗെയിൻ എൻസിആർടിയിൽ ഫസ്റ്റ് ഫിഷ് വിത്ത് stout and strong fins could move on land and go back to water എന്ന് കൊടുത്തിട്ടുണ്ട്.
അത് 350 million years ago ആണ്. 350 million years ago fishes with a stout and strong fins എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ NCERT കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു ഒരു സംഭവം നടന്നത് 1938 അല്ലേ, ഒരു ഫിഷ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു പെർട്ടിക്കുലർ ഫിഷിനെ കിട്ടിയതിനെ സംബന്ധിച്ച് NCERT പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ അത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത് കിട്ടി, നമ്മുടെ സീലാകാന്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണെന്ന് കിട്ടി. അത് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു എന്ന് വിചാരിച്ചു, പക്ഷെ അതിന്റെ ഒരു ഓർഗാനിസത്തിനെയാണ് നമുക്ക് കിട്ടിയത്. അതിനെ ലോബ് ഫിൻസ് എന്നും പറയാറുണ്ട്. ലോബ് ഫിൻസ്. ഓക്കെ, ഈ ലോബ് ഫിൻസിൽ നിന്നാണ് പിന്നീട് നമ്മുടെ എന്ത് വന്നതെന്ന് അറിയാം. ഈ ലോബ് ഫിൻസിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ആംഫീബിയൻസിന്റെ ഒരു ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം. ആംഫീബിയൻസ് ഒക്കെ ഒറിജിൻ ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ NCERT പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് ആംഫീബിയൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രോഗും സലമാൻഡേഴ്സും ഒക്കെ അല്ലേ. പിന്നെ ആംഫീബിയൻസും റെപ്റ്റൈൽസും തമ്മിലൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ആംഫീബിയൻസിന്റെ എഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, പെട്ടെന്ന് പൊട്ടുന്നതാണ് ആംഫീബിയൻസിന്. പക്ഷേ ആംഫീബിയൻസ് പിന്നെ റെപ്റ്റൈൽസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ റെപ്റ്റൈൽസിന്റെ എഗ്ഗിനെ സംബന്ധിച്ച് പറയുന്നത് തിക്ക് ഷെല്ലാണ്, നല്ല തിക്ക് ഷെൽഡ് ആണ്. സോ അത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, പൊട്ടില്ല. അതാണ് ഒരു ബേസിക് ഡിഫറൻസ്. ഓക്കെ, റെപ്റ്റൈൽസിന്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. that won't dry in sun എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പറഞ്ഞത് പിന്നെ ഫസ്റ്റ് ലാൻഡിൽ വന്നത് പ്ലാന്റ്സ് ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഓൾ ദോസ് തിങ്സ് യു ജസ്റ്റ് ഗോ ത്രൂ. കാരണം അതൊക്കെ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് അല്ലേ, എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരാം. ഇൻ നെക്സ്റ്റ് 200 million ago reptiles of different shapes and size dominated. റെപ്റ്റൈൽസ് മാത്രം അല്ലേ, നമ്മൾ പറഞ്ഞപ്പോൾ മീസോസോയിക് ഇറാസിൽ നമ്മൾ റെപ്റ്റൈൽസ് മാത്രമായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈം സോണിൽ കാര്യമായിട്ട് റെപ്റ്റൈൽസ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ തെറിഡോഫൈൽസ് were present but they all fell to form coal deposits slowly എന്നും കൊടുത്തിട്ടുണ്ട്. Some of these land reptiles went back to water അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് പറഞ്ഞു. പിന്നീട് നെക്സ്റ്റ് 200 million years, പിന്നെ നെക്സ്റ്റ് 200 million yearsൽ റെപ്റ്റൈൽസ് മാത്രമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഓക്കെ, അത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ NCERT കൊടുത്തത് ചില റെപ്റ്റൈൽസ് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് അല്ലെ, അതായത് വാട്ടറിലേക്ക് പോയി. ദാറ്റ് were called ഇക്തിയോസോർസ്. ഓക്കെ, ഇക്തിയോസോർസിനെ സംബന്ധിച്ച് NCERT കൊടുത്തിട്ടുണ്ട്. യെസ്, ഫൈൻ. നെക്സ്റ്റ് ഇക്തിയോസോർസിനെ സംബന്ധിച്ച് പറഞ്ഞു. ദെൻ ഡിനോസേഴ്സ്. നമുക്കറിയാം ലാൻഡ് റെപ്റ്റൈൽസ് മെയിൻ ആയിട്ട് ഇനീഷ്യൽ ആയിട്ടുള്ള ലാൻഡ് റെപ്റ്റൈലുകൾ ആരായിരുന്നു, നമ്മുടെ ദിനോസേഴ്സ് ആയിരുന്നു അല്ലേ, അതിൽ തന്നെ ബിഗ്ഗസ്റ്റ് ദിനോസർ ആയിട്ട് പറയുന്നത് ടൈറാനസോറസ് റെക്സ് ആണ്. ഏതാണ്? ടൈറാനസോറസ് റെക്സ്. ഓക്കെ, ഇത് 20 അടി 20 ഫീറ്റ് അതിന് ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു dinosaurs were extinct from this world 65 million years ago. അതും NCERT പറയുന്നുണ്ട്. 65 million years ago ആര് എക്സ്റ്റിങ്ക്റ്റ് ആയി? നമ്മുടെ ദിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ആ ദിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള 2 റീസൺ കൊടുത്തിട്ടുണ്ട്. സോ ഹൗ ദിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റഡ് അല്ലേ, അതെന്താകാം, ഒന്ന് ക്ലൈമാറ്റിക് ചേഞ്ച് ആകാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ദിനോസേഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ റെപ്റ്റൈൽസിൽ നിന്ന് ചില ബേർഡ്സുകൾ എവോൾവ് ചെയ്തതും ആവാം, എവല്യൂഷൻ സംഭവിച്ച് അവര് മാറിയതുമാവാം എന്ന് പറയുന്നു. സോ ട്രൂത്ത് ക്യാൻ ബി ബോത്ത്, അതായത് ചില ദിനോസേഴ്സ് ഒരുപക്ഷെ നശിച്ചിരിക്കാം, ചില ദിനോസേഴ്സ് ഒരുപക്ഷെ എവല്യൂഷൻ സംഭവിച്ച് റെപ്റ്റൈൽസ് ബേർഡ്സ് ആയി മാറിയതായിരിക്കാം. വാട്ട് എവർ, എല്ലാ ദിനോസേഴ്സും എല്ലാ റെപ്റ്റൈൽസും പോകുക എന്നല്ല, സ്റ്റിൽ റെപ്റ്റൈൽസുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലെ. നമ്മൾ പറയുന്ന ലിസാർഡ് പോലുള്ള സാധനങ്ങളൊക്കെ ആക്ച്വലി ഏതിൻ്റെയാണ്, നമ്മുടെ ഈ ഒരു റെപ്റ്റൈൽസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്നും കാണുന്ന സംഗതികളാണ്. പിന്നെ ഫസ്റ്റ് മാമൽസ്, പിന്നെ അതിനുശേഷം ബേർഡ്സ് വന്നു, മാമൽസ്. ഫസ്റ്റ് മാമൽസിനെ പറ്റി NCERT പറഞ്ഞത് were like shrews എന്ന് കൊടുത്തിട്ടുണ്ട്. shrews. മാമൽസിന്റെ പ്രത്യേകത, മാമൽസ് വിവിപാരസ് ആണ് അല്ലെ, ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ്. വിവിപാരസ് ആണ്. നമ്മുടെ ബോഡിയിൽ
മാമൽസിന്റെ ബോഡിയിൽ തന്നെ സൂക്ഷിക്കുകയാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഒരു ബേസിൽ നമ്മൾ നമ്മുടെ അലൻഡോയ്സ്, യോഗ് സാക്ക് പോലുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്, ഒരു റുഡിമെന്ററി സാധനങ്ങളാണ്, ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ ജേം ലേയേഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ അലൻഡോയ്സ്, യോഗ് സാക്ക് പോലുള്ള സംഗതികളൊക്കെ അത് നിങ്ങൾ റീപ്രൊഡക്ഷനിൽ നിങ്ങൾ അതിന്റെ ഒരു എക്സ്ട്രാ എഡ്ജ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ വിവി പാരസ് ആണ്. പിന്നീട് മാമൽസ് കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയിരുന്നു. മാമൽസ് പലരും പറയും ഹ്യൂമൻ ബീങ്സ് അല്ലെ ഏറ്റവും എവോൾവ്ഡ് ആയിട്ടുള്ള ദ ഹ്യൂമൻ ബീങ്സ് ഏറ്റവും കൂടുതൽ എവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എവോൾവ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹ്യൂമൻ ബീങ്സ് ആണോ ഏറ്റവും നല്ല ഉഷാറായിട്ട് എവോൾവ് ചെയ്ത ആളുകൾ? ഞാൻ പറയുന്നു അല്ല. കാര്യം നമുക്കൊരു ഒറ്റ സാധനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല എവല്യൂഷൻ നടന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ് ആ സാധനം? അത് ഈ ഒരു സാധനം. അതെന്താണത്? നമ്മുടെ ബ്രെയിൻ അല്ലേ? ഈ ഒരു ബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു ഒറ്റ അവയവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി നല്ല ഇവോൾവ് ആയത് എന്ന് നമുക്ക് പറയാം. ബാക്കി സിസ്റ്റം ഒക്കെ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും നായ അതിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നായ എന്തെങ്കിലും അടിപിടിയൊക്കെ കൂടിയിട്ട് അത് ചിലപ്പോൾ അതിന്റെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അതിങ്ങനെ ലിംബ് ചെയ്തിട്ട് അതിങ്ങനെ മുടന്തിയിട്ടായിരിക്കും അത് നടക്കുക. ഏതെങ്കിലും നായ ഏതെങ്കിലും ഓർത്തോപീഡീഷ്യനെ കാണിച്ച് ഏതെങ്കിലും ഓർത്തോ ഡോക്ടറെ കാണിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ആ നായനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വെറ്റിനറി ഡോക്ടറിനെ പോയി കാണിച്ചാലായി അല്ലെ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും നമ്മളിപ്പോൾ മീൻകുത്തി പൊന്മയോ കൊക്കോ അല്ലെ, എന്നും ഡെയിലി ബേസിസിൽ മീൻ പിടിച്ച് വിഴുങ്ങുന്ന മീനിനെ കഴിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഇങ്ങനത്തെ പക്ഷികൾ പോയിട്ട് ഒരു ENT ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് തൊണ്ടയിൽ മുള്ളുടുങ്ങി എന്ന് പറഞ്ഞിട്ട് പോയത് കണ്ടിട്ടുണ്ടോ? എത്രയോ ഡെയിലി ബേസിസിൽ ഫോറിൻ ബോഡി ട്രാപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് എത്രയോ ENT ഡോക്ടർമാരെ എടുത്തിട്ട് സ്റ്റിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതേപോലെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലെ? പക്ഷേ നമുക്ക് ആകെ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു ബ്രെയിൻ ആണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എവല്യൂഷൻ വൈസ് നമ്മൾ വി ആർ മോർ ഇന്റലിജൻസ് ആണ്. ഈ ബ്രെയിൻ്റെ കപ്പാസിറ്റി, ബ്രെയിൻ്റെ സൈസ് ഒക്കെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് പറയാൻ പറ്റും അല്ലേ? നമ്മുടെ ആനന്റെ മുന്നിൽ നമ്മൾ ശരിക്കും ഒരു പുഴുവാണ് അല്ലേ? ഈ എത്രയോ വലുപ്പമുള്ള ആനനെ നമ്മളിങ്ങനെ മേയിച്ച് കൊണ്ട് നടക്കുന്നു. എപ്പോഴെങ്കിലും ആനക്ക് ആനന്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ? ആനക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു കഴിവ് അത്രക്ക് ഇല്ലാത്തത് കൊണ്ട്, ഹ്യൂമൻ ബീങ്സിന് അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ആനനെയും മേടിച്ച് നടക്കുകയാണ് അല്ലേ? അതാണ് സംഗതി. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സ് മാമൽസ് ഷ്രിയൂസ് ആണെന്ന് പറയുന്നു. ഫസ്റ്റ് അവർ ഡെവലപ്പ് മാമൽസിൽ ഫസ്റ്റ് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ അത് തന്നെ ഹോസ്, ഹിപ്പോകാമ്പസ്, ബിയർ, റാബിറ്റിന്റെ ഒക്കെ പോലെ. പിന്നെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വന്നു. അതിൽ നമ്മുടെ സൗത്ത് അമേരിക്കയാണ്. ഈ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും പിന്നീട് ജോയിൻ ചെയ്തപ്പോൾ ഈ നോർത്ത് അമേരിക്കയിലെ ഫോണ ആക്ച്വലി ഈ സൗത്ത് അമേരിക്കൻ ഫോണേഴ്സിനെ ഓവർറൈഡ് ചെയ്തു, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് നോർത്ത് അമേരിക്കയിൽ കണ്ട ഫോണാസ് ആണ് ഇത് മീൻസ് മാമൽസ് ആയിട്ട് പിന്നീട് പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത്. അതിൽ തന്നെ ഓസ്ട്രേലിയ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗോണ്ടാവന ലാൻഡ്, പണ്ട് ജോഗ്രഫിയിലൊക്കെ പഠിച്ചതല്ലേ. ഈ ഓസ്ട്രേലിയ കോണ്ടിനെന്റ് സ്റ്റിൽ ഒരു എന്താ പറയാ, ഒരു ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ മാത്രം നമ്മൾ കാണുന്ന ആളുകളാണ് നമ്മുടെ കങ്കാരു പോലുള്ള നമ്മുടെ പൗച്ച്ഡ് മാമൽസ് ഓസ്ട്രേലിയയിൽ സർവൈവ് ചെയ്തു. കാരണം ബാക്കി ആരുമില്ല, അവിടെ ഐസൊലേറ്റഡ് ആയി. അപ്പം കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റിൽ അവരവിടെ നിലനിന്ന് പോകുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, പിന്നെ മാമൽസ് വാട്ടറിൽ മാത്രം നിന്ന മാമൽസ് വെയിൽസ്, ഡോൾഫിൻസ്, സീൽസ്, സീ കൗസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? പിന്നെ ഓരോ ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോസ്, എലഫന്റ്, ഡോഗ് പോലുള്ള സാധനങ്ങൾക്ക് എവല്യൂഷൻ സെപ്പറേറ്റ് നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഡോഗിനെ നമ്മൾ ഹ്യൂമൻ ബീങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹ്യൂമൻ ബീങ്സ് കാരണം നമ്മൾ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഡോഗ്സിനെ നമ്മുടെ ഡൊമസ്റ്റിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പല എന്താ പറയുക, പണ്ട് സ്നേഹത്തിന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബാലരമയും സംഗതികളൊന്നും അറിയില്ല അല്ലേ? നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ എത്ര ആളുകൾ കഥ ബുക്കൊക്കെ വായിച്ച ആളുകളുണ്ട്. സൂത്രൻ, ചേരു, നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പമൊക്കെ അങ്ങനെയായിരുന്നു. അതിലൊക്കെ സ്നേഹത്തിന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഡോഗ്സിന്റെ കുറെ കഥകളൊക്കെ കൊടുത്ത സംഗതികളുണ്ട്. അതൊക്കെ പല വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് സ്റ്റിൽ അല്ലേ? പല വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ഉണ്ട്. അതൊക്കെ ഹ്യൂമൻ ബീങ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സംഗതികളാണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ, അതായത് ഏത് ഏരിയ, നമ്മുടെ ബ്രീഫ് അക്കൗണ്ട് ഓൺ എവല്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു NCERT പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് ജിയോളജിക്കൽ സ്കെയിലിന്റെ സംഗതി 7.9 7.10 കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ആ ഇറാസും പീരിയഡ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ
എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ഓക്കെ, ഇത് കണ്ടോ, ഹ്യൂമൻ ബീങ്സിനാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ഹ്യൂമൻ ബീങ്സ് ഇത് നമ്മൾ കണ്ട ഫിഗർ ആണ് അല്ലേ. ഓക്കെ, ഇതിൽ എൻ സി ആർ ടിയിൽ കൊടുത്തത് യെസ്, ഇവിടുന്ന് ഈ ഒരു ഫിഗർ എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഗർ ആണ്. സോ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ തൽക്കാലം നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇതുകൂടെ ഇങ്ങോട്ട് ഇടാം അല്ലേ. സോ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് ആണ് മോർ അഡ്വാൻറ്റേജ് അല്ലേ, മോസ്റ്റ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മോസ്റ്റ് എവോൾവ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു ഫിഗർ എൻ സി ആർ ടിയിൽ കൊടുത്ത ഫിഗർ ആണ്. അതായത് ചിമ്പാൻസി അല്ലെ, ചിമ്പാൻസിന്റെ ഒരു ഫിഗർ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്കള്ളിന്റെ ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹ്യൂമൻ നോർമൽ സ്കള്ളും ചിമ്പാൻസിന്റെ ഒക്കെ ബേബി സ്കള്ളുമാണ് കമ്പയറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ബേബി ചിമ്പാൻസി ഡെവലപ്പ് ചെയ്ത് വലിയ ഓർഗാനിസമായി മാറുന്ന സമയത്ത് അതിന്റെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ജോ ബോൺ ആക്ച്വലി ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്യാണ്. സോ അത് കുറച്ചുകൂടെ വേറെ ഷേപ്പിലേക്ക് പോവാണ്. സോ ഇത് ആക്ച്വലി കമ്പയറബിൾ ആണ് എന്നുള്ളൊരു കാര്യം ഇൻസൈഡ് ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് വി ദ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, സോ ഫസ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇനീഷ്യൽ ആൻഷ്യന്റ് പ്രൈമേറ്റ്സ് അല്ലെ. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് നമ്മളൊക്കെ പെടുന്നത്, ഹോമോസാപ്പിയൻസ് പെടുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എന്തൊക്കെ എവല്യൂഷൻ ഹ്യൂമൻ ബീങ്സിന് നടന്നാലും മെയിൻ ആയിട്ട് നമുക്ക് എവല്യൂഷൻ നടന്നിരിക്കുന്നത് ഇതിൽ കറക്റ്റ് ക്ലിയർ, ഈ ഒരു ഫിഗറിൽ കറക്റ്റ് ക്ലിയർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടോ, എന്താണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നത്? യെസ്, സൈസ് ഓഫ് ദ ബ്രെയിനിലാണ് കാര്യമായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതിൽ ആസ്ട്രലോപിതെക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് സൈസ് ഓഫ് ദ ബ്രെയിൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ കൂടിയെന്ന്. സോ കാര്യമായിട്ട് ഡെവലപ്മെന്റ് നടന്ന ഒരു സംഗതിയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഇതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനിൽ പറയാനുള്ളത്, ഫസ്റ്റ് എവല്യൂഷൻ കാര്യമായിട്ട് നടന്ന കോണ്ടിനെന്റ് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്ക തന്നെയാണ്. ആഫ്രിക്കയിലായിരുന്നു അന്തിമ മനുഷ്യൻ ഉണ്ടായിരുന്നത്. ഈ ആഫ്രിക്കയിൽ നിന്ന് പിന്നീട് എന്ത് സംഭവിച്ചതാണ്? ഒരുപാട് പലായനങ്ങളൊക്കെ നടന്നതാണ്. ആക്ച്വലി ഈ മൈഗ്രേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈഗ്രേഷൻ ഒരു 2 മില്യൺ ഇയേഴ്സ് എഗോ, പിന്നീട് അവർ ഏഷ്യയിൽ വന്നു എന്നൊക്കെ പറയുന്നു. ഏഷ്യയിലൊക്കെ 2 മില്യൺ ഇയേഴ്സ് എഗോ ഇവർ ഏഷ്യയിലേക്ക് എത്തിയതാണ്. ഓക്കെ, ആദ്യം ഇവർ എവിടെയായിരുന്നു? ആഫ്രിക്കയിലാണ്. പിന്നീട് ഇങ്ങനെ പലായനം നടന്നതാണ്. പിന്നീട് ഈ ഏഷ്യയിൽ നിന്ന് പിന്നീടാണ് നമ്മുടെ യൂറോപ്യൻസ് അല്ലെ, യൂറോപ്പ് ആൻഡ് റെസ്റ്റ് ഓഫ് വേൾഡിൽ ആക്ച്വലി ഒരു 1.5 മില്യൺ. ഈ ഇയർ നമുക്ക് ആവശ്യമില്ല കേട്ടോ, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ആൻഷ്യൻലി ആഫ്രിക്കയിൽ നിന്ന് പിന്നെ ഏഷ്യയിലേക്ക് പോയി പിന്നീടാണ് യൂറോപ്പിലേക്ക് എത്തിയത്. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പലായനം. സോ വാട്ട് വി ഹാവ് ടു നോ ഈസ്, ഇനീഷ്യലി നമുക്ക് പറയുന്ന ഇനീഷ്യൽ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് 2 ആളുകളാണ്. ഒന്ന് ഡ്രയോപിത്തേക്കസ് ആണ്. നമ്പർ 1 ഈസ് ഡ്രയോപിത്തേക്കസ്. സോ ഡ്രയോപിത്തേക്കസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കുള്ളത് രാമാപിത്തേക്കസ് ആണ്. സോ ഡ്രയോപിത്തേക്കസ് ഉണ്ട്, രാമാപിത്തേക്കസ് ഉണ്ട്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ ഏറ്റവും ആദ്യത്തെ യൂഷ്വലി ഡ്രയോപിത്തേക്കസ് ആണ്. പക്ഷെ ഇവർ കമ്പയറബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് സിമിലർ ആണ്. ഓക്കെ, അതായത് അറൌണ്ട് 15 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഉണ്ടായിരുന്നു നോർമലി. സോ 15 മില്യൺ ഇയേഴ്സ് എഗോ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രയോപിത്തേക്കസ് എന്ന് പറയുന്നത് മോർ ഒരു എയ്പ് ലൈക്ക് ആണ്. സോ എയ്പ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ് ആണ് എന്നാണ് പറയുക. എയ്പ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ്. ഓക്കെ, എയ്പ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസി ആയിരുന്നു. അതിന്റെ ഫിഗർ എനിക്ക് ആക്ച്വലി ഞാനത് കാണിക്കാറുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ നഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. സോ എയ്പ് ലൈക്ക് ആയിരുന്നു. പക്ഷെ ഇവിടെ ഹ്യൂമൻ ലൈക്ക് ആണ്. സോ ഹ്യൂമൻ ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസി ആണെന്ന് വേണേൽ പറയാം അല്ലെ. ഹ്യൂമൻ ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ് ആയിരുന്നു ആര്? നമ്മുടെ രാമാപിത്തേക്കസ്. എന്തുകൊണ്ട് എയ്പ് ലൈക്ക് ആയതെന്ന് അറിയോ? ഇവര് ലെസ് ഇറക്റ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ഇങ്ങനെ കുഞ്ഞിട്ടായിരുന്നു. അതായത് കുറച്ചുകൂടെ നാല് കാലിൽ നടന്ന ആളുകളായിരുന്നു. പക്ഷെ മോർ ഇറക്റ്റ് ആയിരുന്നു നമ്മുടെ രാമാപിത്തേക്കസ്. മോർ ഇറക്റ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് പക്ഷെ ലെസ് ഹെയറി ആയിരുന്നു എന്നും പറയാറുണ്ട്. ലെസ് ഹെയർ. പക്ഷെ ഏതാണ് മോർ ഹെയറി? മോർ ഹെയറി ആണ് നമ്മുടെ ഡ്രയോപിത്തേക്കസ്, നമ്മുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള
ഡ്രയോപിത്തേക്കസ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡ്രയോപിത്തേക്കസ് ആക്ച്വലി 4 കാലിൽ ഇങ്ങനെ നടക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ റാമാപിത്തേക്കസ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മുടെ ഈ 2 കാലിൽ ഇങ്ങനെ നടന്ന ആളുകളായിരുന്നു. ഓക്കെ, ആൻഡ് മോർ ഹെയറി ആരായിരുന്നു? മോർ ഹെയറി നമ്മുടെ ഡ്രയോപിത്തേക്കസ് ആയിരുന്നു. ഇവര് ലെസ് ഹെയറി ആയിരുന്നു. അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രയോപിത്തേക്കസ് ആൻഡ് റാമാപിത്തേക്കസ്. ഇതായിരുന്നു നമ്മുടെ ആൻഷ്യന്റ് ആയിട്ട് നമ്മുടെ പ്രൈമേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ ആൻഷ്യൻ മാനിലേക്ക് വരികയാണ്. സോ ആസ്ട്രലോപിത്തേക്കസ് ആണ് ഫസ്റ്റ് പറയാനുള്ളത്. ആസ്ട്രലോപിത്തേക്കസ്. ആസ്ട്രലോപിത്തേക്കസ് ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് അറൌണ്ട് 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. 2 മില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ, 2 മില്യൺ ഇയേഴ്സ് എഗോ. ഇവരുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് തന്നെ ചോദിക്കാറുണ്ട്. ഇതിൽ എന്താണോ എൻസൈഡ് കൊടുത്താൽ കറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. 450 cc ആണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ കൂടി പോകുന്നത് കാണാം. 450 cc ആണ്. ആൻഡ് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് എൻസൈഡ് കൊടുത്തത് ഹണ്ടേഴ്സ് ആയിരുന്നു. 100 വിത്ത് സ്റ്റോൺസ്. അതേപോലെ തന്നെ അവര് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരുന്നു. 8 ഫ്രൂട്ട്സ് എന്ന് സ്റ്റോൺസ് ആയിട്ട് ഹണ്ട് ചെയ്തു, ഫ്രൂട്ട്സ് കഴിച്ചു എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അവര് ആക്ച്വലി ആസ്ട്രലോപിത്തേക്കസ് എവിടെയായിരുന്നു ചോദിച്ചാൽ കാര്യമായിട്ട് ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡിലായിരുന്നു. എവിടെയായിരുന്നു? ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്. ഇതൊക്കെ എൻസൈഡി പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ഇനി അങ്ങോട്ട് ഇങ്ങനെ എഴുതി പോയാൽ മതി, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എൻസൈഡി നോട്ട് ചെയ്ത് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിൽ കാണിക്കാത്തത്. സോ ആസ്ട്രലോപിത്തേക്കസ് കഴിഞ്ഞു. ദെൻ നമുക്ക് ഹോമോ ഹബിലിസ് ആണ് നെക്സ്റ്റ് വൺ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസ് ആണ്. സോ ഹോമോ ഹബിലിസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ എൻസിആർടി പറഞ്ഞത് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആയിരുന്നു എന്ന് കൊടുത്തു. സോ ഹോമോ ഹബിലിസ്. ആൻഡ് അതിന്റെ ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ആണ് എന്ന് കൊടുത്തു. 650 to 800 cc. ആൻഡ് അതിൽ ഒരു കാര്യമായിട്ട് പറഞ്ഞത് നോട്ട് 8 മീറ്റ് എന്നാണ്. നോട്ട് 8 മീറ്റ്. അവർ മീറ്റ് കഴിച്ചിരുന്നില്ല. അതെന്നെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നുള്ള രീതിയിൽ ഹോമോ ഹബിലിസ് 8 മീറ്റ് അല്ലെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈഡിൽ ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടേ നിങ്ങൾക്ക് ചോദ്യം വരുള്ളൂ. സോ അതിങ്ങനെ നോക്കി ബൈഹാർട്ട് അല്ല, ജസ്റ്റ് ഫെമിലിയറൈസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഹോമോ ഹബിലിസും നെക്സ്റ്റ് ആളുകൾ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ്. ഈ ഹോമോ ഇറക്ടസും ഹോമോ ഹബിലിസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഹോമോ ഹബിലിസ് കാര്യമായിട്ട് എന്ത് ഹോമോ ഇറക്ടസ് 1.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഇതിന്റെ ഫോസിൽസ്, ഹോമോ ഇറക്ടസിന്റെ ഫോസിൽസ് ഡിസ്കവർ ചെയ്തത് കൊടുത്തിട്ടുണ്ട്. 1891 ജാവയില് ഹോമോ ഇറക്ടസിന്റെ ഫോസിൽ കിട്ടി എന്ന് പറയുന്നുണ്ട്. ദേ 8 മീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഹോമോ ഇറക്ടസ് ആക്ച്വലി 1.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ് കേട്ടോ ജീവിച്ചത്. 1.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ് നമ്മുടെ ഈ ഹോമോ ഇറക്ടസ് ജീവിച്ചത്. ഓക്കെ, സോ ഹോമോ ഇറക്ടസ് കഴിഞ്ഞു. നെക്സ്റ്റ് കാംസ് അവർ ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാൽ മാൻ അല്ലെ, നമ്മുടെ കുറച്ചുകൂടെ മോഡേൺ മാനിലേക്ക് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന നിയാണ്ടർതാൽ മാൻ ആണ്. സോ ഈ നിയാണ്ടർതാൽ മാൻ അതിന്റെ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 1 lakh to 40,000 years back ആണ്. ഓക്കെ, ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇവരുടെ ഒരു പ്രത്യേകത ആയിട്ട് എൻസിആർടി കൊടുത്ത് ഇവരുടെ ബ്രെയിൻ സൈസ് ആണ് 1400 cc-യിലേക്ക് എത്തി. ഇവരുടെ ബ്രെയിൻ സൈസ് 1400 cc ആണെന്ന് പറയുന്നു. ആൻഡ് അവരുടെ പ്രത്യേകത ആയിട്ട് പറയുന്നത്, ഒരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത, ദേ യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. മെയിൻലി ക്ലോത്ത് ഒക്കെ അല്ലെ, പ്രൊട്ടക്ട് ദെയർ ബോഡി. ആൻഡ് ആൾസോ ബറീഡ് ദെയർ ഡെഡ്. അവരുടെ ആളുകൾ മരണം സംഭവിക്കുന്ന സമയത്ത് അതിനെ കുഴിച്ചിടുന്ന സ്വഭാവമൊക്കെ തുടങ്ങിയത് ഈ നിയാണ്ടർതാൽ മാൻ ആണ്. ഓക്കെ, ഈ നിയാണ്ടർതാൽ മാൻ വരെ കാര്യമായിട്ട് നമ്മൾ വാൻഡേഴ്സ് ആയിരുന്നു എന്ന് പറയും. നമ്മളിങ്ങനെ എന്താ പറയാ, നൊമാഡ്സുകളായിരുന്നു അല്ലെ. നമ്മളിങ്ങനെ സഞ്ചരിച്ച് അവിടുന്ന് കിട്ടുന്ന എന്താണോ അത് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടി. ഓക്കെ, അതായിരുന്നു നിയാണ്ടർതാൽ മാന്റെ കാര്യങ്ങൾ അനുസരിച്ച് കൊടുത്തത്. ദേ യൂസ്ഡ് ഹൈഡ്സ്. ഇനി അങ്ങോട്ട് ഹോമോ സാപ്പിയൻസ് ആണ്. യെസ്, ദ മോഡേൺ മാൻ, ഹോമോ സാപ്പിയൻസ് അല്ലെ. ഹോമോ സാപ്പിയൻസ്
ഈ ഹോമോസാപ്പിയൻസ് കാര്യമായിട്ട് നമ്മുടെ ആഫ്രിക്കയിൽ തന്നെയായിരുന്നു. ആഫ്രിക്ക, റോസ് ഇൻ ആഫ്രിക്ക ആൻഡ് മൂഡ് അക്രോസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഡെവലപ്ഡ് ഇൻടു ഡിഫറെന്റ് റേസസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ട് ഇവർ എവിടെ ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 75,000 to 10,000 ഇയേഴ്സ് എഗോ ആണ്. ഈ കാലഘട്ടമാണ് ഐസ് ഏജ് ഒക്കെ ആയിട്ട് കണക്കാക്കുന്നത്. ഐസ് ഏജ്. ഓക്കെ, ഈ കാലഘട്ടത്തിലായിരുന്നു ഈ ഹോമോസാപ്പിയൻസുകൾ ഉണ്ടായത്. ഹോമോസാപ്പിയൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ സി ആർ ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് ഹിസ്റ്റോറിക്കൽ ടൈം സ്കെയിൽ എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ആർട്ട് ഇപ്പോഴും കാണാം അല്ലെ, ഈ ഗുഹയിലൊക്കെ കാണുന്ന ആർട്ട്, അത് ഏകദേശം ഒരു 18,000 ഇയേഴ്സ് എഗോ ആണ് എന്നുള്ളത് പറയുന്നത്. 18,000 ഇയേഴ്സ് എഗോ. ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് ആർട്ട്. പിന്നെ അതേപോലെ നമ്മുടെ അഗ്രികൾച്ചറിലിടും. അഗ്രികൾച്ചർ ഈ സാധനങ്ങളൊക്കെ ആക്ച്വലി അഗ്രികൾച്ചർ ഒക്കെ എപ്പോഴാണ് വന്നത്? നമ്മളൊരു ഭാഗത്ത് അങ്ങനെ ചടഞ്ഞു കൂടിയിട്ട് അല്ലേ, ഒരു ഭാഗത്ത് അഗ്രികൾച്ചറിന്റെ ബേസ് എന്താ? നമ്മൾ സെറ്റിലായി, നമ്മളൊരു ഏരിയയിൽ സെറ്റിലായി, നമ്മളെ ഭക്ഷണം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ അവിടെ കഴിക്കാൻ. നമ്മൾ നൊമാഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം തേടിയിട്ടുള്ള അലച്ചിലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ 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 ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിനൊക്കെ ബേസ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് അക്കോർഡിംഗ് ടു എവല്യൂഷൻ നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മുടെ ഇതിൽ തന്നെ ഹണ്ടേഴ്സ്, മെയിൻലി മെയിൽ ജെൻഡർ ആയിരുന്നു ഹ്യൂമൻ ബീങ്സിൽ. ഹണ്ടേഴ്സ് അല്ലെ, ഹണ്ടേഴ്സ് ആയിരുന്നു, വേട്ടക്കാരായിരുന്നു കാര്യമായിട്ട്. ഫീമെയിൽസ് ആയിരുന്നു, അവരുടെ ചിൽഡ്രൻ ഒക്കെ നോക്കിയിരുന്നത് ഫീമെയിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു ക്യാരക്ടർ മെയിലിലും ഫീമെയിലും, മെയിൽ കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള റീസൺ അക്കോർഡിംഗ് ടു എവല്യൂഷൻ മേ ബി ഹണ്ടേഴ്സ് ആയതായിരിക്കാം. ഓക്കെ, ഹണ്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം. ഫീമെയിൽസ് കുറച്ചുകൂടി സോഫ്റ്റ് ആയത് കുട്ടികളെ നോക്കിയത് കൊണ്ടായിരിക്കാം മേ ബി, അക്കോർഡിംഗ് ടു എവല്യൂഷൻ. ഐ തിങ്ക് സോ. ഓക്കെ, എവല്യൂഷൻ വൈസ് നമ്മൾ if you start thinking on terms of evolution, we will get many conclusions, especially ladies സംസാരിക്കുന്ന സമയത്ത് ഹ്യൂമൻ ബീങ്സ്, ഐ മീൻ ഈ നോർമൽ ഇൻ ജനറൽ, അത് ശരിയാണെന്ന് എനിക്കറിയില്ല. മെയിൽസ് സംസാരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അവർ ചുറ്റുവട്ട മീൻസ് സംസാരത്തിന്റെ ഇടയിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും. മേ ബി വി ആർ ഹണ്ടേഴ്സ് ആക്ച്വലി. വി ആർ ഹണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. ഹ്യൂമൻ ബീങ്സ്, ഐ മീൻ മെയിൽസ് നോക്കുന്നില്ല. ബട്ട് ഫീമെയിൽസ് ദേ ആർ വെരി, എന്താ പറയുക, സംസാരിക്കുന്ന സമയത്ത് ഇത് ഇൻ ജനറൽ ആണ് കേട്ടോ, അതിൽ ഡിഫറൻസ് വന്നേക്കാം. ഓക്കെ, ഫീമെയിൽസോട് സംസാരിക്കുക അവർ പക്ക ക്ലോസ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കുക. ഐ ടു ഐ കണക്ഷൻസ് ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂഷ്വലി ഫീമെയിൽസ് ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ എന്താ പറയുക, എവല്യൂഷണറി ബേസ് ഉണ്ടായിരിക്കാം അതിന്. ഓക്കെ, സോ 10,000 ഇയേഴ്സ് എഗോ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ് അതിനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് പ്രീ ഹിസ്റ്ററിക് അഗ്രികൾച്ചർ 10,000 ഇയേഴ്സ്. ഇതിലൊരു വൺ സച്ച് പെയിന്റിംഗ്സ് ഇൻ പ്രീ ഹിസ്റ്ററിക് ഹ്യൂമൻസ് ക്യാൻ ബി സീൻ ഭീംബേട്ക റോക്ക് ഷെൽട്ടർ ഇൻ റൈസൻ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെറുതെ നോക്കി വെക്കുക. ഓക്കെ, അതൊക്കെ നോക്കി വെക്കുക. ഇതിലൊക്കെ എന്താണ് എവിടെയാണ് ചോദിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ പ്രീ ഹിസ്റ്ററിക്, ഇത് കാര്യമായിട്ടുള്ള പ്രീ ഹിസ്റ്ററിക് ആർട്ട്, ഐ മീൻ ഇത് മാറിപ്പോയത് അഗ്രികൾച്ചർ 10,000 വർഷം ഇതന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ സാധനം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് കാര്യമായിട്ട് എവല്യൂഷനിൽ പറയാനുള്ളത്. എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു ബ്രോഡ് അല്ലെങ്കിൽ ഒരു വൈഡ് ചാപ്റ്റർ, വൈഡ് ടോപ്പിക് ആണ്. വാട്ട് എവർ അഗെയിൻ ഐ ഹാവ് ടു ഹൈലൈറ്റ്, this is still an incomplete chapter because we have the border which is given in your NCERT. So NCERT follow ചെയ്തിട്ട് മുന്നോട്ട് പോവാം. Okay.